ഹലോ ട്രേഡേഴ്സ്. ഇന്ന് ബുധനാഴ്ചയായിരുന്നു. ഇന്നലെ പ്രതീക്ഷിച്ച പോലെ തന്നെ നിഫ്റ്റി 476 പോയിന്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതായത് 24,388 എന്ന് പറയുന്ന ലെവലിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇന്നലത്തെ അനാലിസിസ് കണ്ടവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന എൻ്റെ രണ്ടാമത്തെ ലെവൽ 24,392 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് തന്നെ എൻ്റെ 24,392 എന്ന് പറയുന്ന ലെവലിൽ മാർക്കറ്റ് ഇന്ന് ഹിറ്റ് ചെയ്തു. അപ്പം കറക്റ്റായിട്ട് തന്നെ മാർക്കറ്റ് നമുക്ക് ഡയറക്ഷൻ തരുന്നുണ്ട്. പക്ഷേ ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് ട്രേഡുകളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. ഇന്ന് ഏകദേശം എനിക്കൊരു 6 മാസത്തിന് ശേഷം ഇന്നൊരു ലോസ് അടിച്ചു. കാരണം ഇന്നൊരു ഒരു മിസ്കാൽക്കുലേഷൻ ഉണ്ടായി എൻ്റെ അനാലിസിസിൽ. അത് കാരണം ഇന്നെനിക്കൊരു എടുത്തത് ഇന്ന് ലോസിൽ ബുക്ക് ചെയ്യേണ്ടി വന്നു. ഏകദേശം 6 മാസത്തിന് ശേഷമാണ് എനിക്ക് അങ്ങനൊരു ലോസ് വരുന്നത്. ഹ്യൂമൻ എറർ എല്ലായ്പ്പോഴും നമ്മൾ എല്ലായിടത്തും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ട് മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് കാണിക്കുന്നത്. നാളെ അഥവാ ഈ ഒരു ലെവലിന് മുകളിലേക്ക് പോയാലും തിരിച്ച് താഴേക്ക് വരാനാണ് സാധ്യത. ഇന്ന് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിരുന്നു, ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ്, കൺസോളിഡേഷൻ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെയായിരുന്നു 24,400 CE ആണ്. ഇന്ന് കോൾ എടുത്തവർക്കും പുട്ടെടുത്തവർക്കും ട്രെൻഡ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഇനി സെല്ലേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് ഈ ഏരിയയിലെങ്ങും ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. പക്ക സ്ട്രോങ് കൺസോൾട്ടേഷൻ ആയിരുന്നു. ഈ ഒരു റേഞ്ചിൽ അവർക്ക് എന്തെങ്കിലും കിട്ടിയാലായി. അത് പുട്ടിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കോളിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇത് 24,300 പുട്ടാണ്. രണ്ടും ഒരേ രീതിയിലാണ് മാർക്കറ്റ് ഇന്ന് ബിഹേവ് ചെയ്തത്. ഇനി നാളത്തേക്കുള്ള മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ് ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ മുകളിലോട്ട് പോയിട്ട് ഈ റേഞ്ചിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് റേഞ്ചിൽ ഓപ്പൺ ആക്കിയിട്ട് ഇനി 23,880 എന്ന് പറയുന്ന ഒരു ലെവല് ഹിറ്റ് ആവാതെ കിടപ്പുണ്ട്. ഇത് ഹിറ്റ് ആവേണ്ടിയതാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും 23,880 ഹിറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഫസ്റ്റ് ലെവൽ ക്രോസ് ചെയ്തു. ഇനി സെക്കൻഡ് ലെവൽ ബാക്കിയുണ്ട്. 57,965 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ബാക്കിയുണ്ട്. അപ്പോൾ അതെന്തായാലും ഇനിയും ഹിറ്റ് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പോൾ വരുന്ന ദിവസം അതും എക്സ്പെക്റ്റ് ചെയ്യാം.